ഇന്നത്തെ വിഭവമേ നല്ല കറുമുറാന്നിരിക്കുന്ന സോയാ ചങ്ക്സ് ഫ്രൈ ആട്ടോ. അപ്പോൾ എന്താ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്താ ടേസ്റ്റാന്ന്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് നല്ല വെട്ടിത്തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് ഒന്ന് തിളപ്പിച്ച് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിൻ്റെ മസാല എല്ലാം ആഡ് ചെയ്തെടുക്കുക. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ എണ്ണ ഒട്ടും കുടിക്കാതിരിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും, ആവശ്യത്തിന് ഉപ്പും, കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നമുക്ക് നാരങ്ങാ നീരുണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ പുളിയില്ലാത്തൊരു 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ എടുത്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാവേ. നന്നായിട്ട് ഈ അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം പിടിച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചേക്കുന്ന സോയാ ചങ്ക്സ് ഇതിലോട്ടിട്ട് നമുക്ക് കുറച്ചായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം എല്ലാം കുറച്ചായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടിടുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുറേച്ച് അങ്ങോട്ടിട്ട് നന്നായിട്ട് മുരിച്ച് കോരിയെടുക്കാവേ. ഇത് ഒരുമിച്ച് കോരിയിടാതെ ഒരു 2-3 ട്രിപ്പായിട്ടിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. എണ്ണ ഒരുപാട് കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ലേ. അപ്പോൾ നമ്മൾ നല്ല കറുമുറായിരിക്കുന്ന സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വരികയാണെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെക്കാനോ അവർ വരുമ്പം സ്നാക്സായിട്ട് കൊടുക്കാനോ ഒക്കെ നല്ല ഒരു റെസിപ്പി ആട്ടോ. ഇനി ഒരു ഇച്ചിരി മൊഞ്ചിനായിട്ട് അരിയില്ലാത്ത 3-4 പച്ചമുളകും ഒരു കറിവേപ്പിലയും കൂടെ ഒക്കെ അതിലോട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ വെക്കുകയെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയും. ടാറ്റാ ബൈ.